ഇന്ന് നമ്മളെ വിഷയം എന്ന് പറയുന്നത് ഒരു ചെറിയ നോളജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ വിദ്യാഭ്യാസമോ ഹൈ ക്വാളിഫിക്കേഷനോ ഒന്നും വേണ്ട. മാത്രമല്ല ഒരു ചെറിയ രീതിയിൽ കമ്പ്യൂട്ടർ നമുക്കിപ്പോൾ ലാപ്ടോപ്പ് പോലെ കമ്പ്യൂട്ടറൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളുകളാണ് നമ്മളെങ്കിൽ മാസം എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു ലക്ഷം രൂപക്ക് മുകളിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പുതിയ ബിസിനസ് തേടി നടക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഓക്കെ, കുറച്ച് അത്യാവശ്യം നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു ആധുനിക കാലഘട്ടവുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റവുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റിയൊരു സൂപ്പർ ബിസിനസിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ദിസ് ഇസ് ഇക്ബാൽ ഹുസു. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ജനസേവാ കേന്ദ്രത്തിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, നമ്മുടെ ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റ് ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിലും എല്ലാ ഗവൺമെന്റിന്റെയും ആനുകൂല്യങ്ങളും അതേപോലെ തന്നെ ആ ഗവൺമെന്റ് റിലേറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും എല്ലാത്തര കാര്യങ്ങളുടെയും പാൻ കാർഡ് പോലെ അതേപോലെ തന്നെ ആധാർ കാർഡ്, പാസ്പോർട്ട്, ബിൽ പേയ്മെന്റ്, ബാങ്കിങ്, ഇൻഷുറൻസ് മുതലായ എല്ലാ സൗകര്യങ്ങൾക്കും ഗവൺമെന്റിന്റെ എല്ലാ കാര്യങ്ങളെയും നമുക്ക് ഡീൽ ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ ഡീൽ ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ ഒരു ജനസേവാ കേന്ദ്രം എന്ന് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, അക്ഷയ ജനസേവ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ സംഭവം പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പക്ഷെ ഏതൊരു അക്ഷയാണെന്നുണ്ടെങ്കിലും ജനസേവാ കേന്ദ്രമാണെന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു ക്രൗഡും അവിടുത്തെ തിരക്കും എത്ര സമയം നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയി നിൽക്കണം, വെയിറ്റ് ചെയ്ത് നിൽക്കണം. നമ്മൾക്ക് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ആവശ്യമായിട്ട് അവിടെ പോകേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ടൈം നമ്മളവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ആളുകൾ അവിടെ വെയിറ്റിങ്ങിലാണ്. മാത്രമല്ല ഒരുപാട് ആളുകൾ ഇതിനെ ആശ്രയിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ സ്ഥാപനങ്ങൾ കുറവാണ്. അത്രയും ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള സ്ഥാപനങ്ങൾ ഇല്ല എന്ന് വേണം തന്നെ പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ജനസേവാ കേന്ദ്രം നിങ്ങൾക്കും തുടങ്ങാം. അതെങ്ങനെയാണ് തുടങ്ങുക എന്നുള്ളത്. അപ്പൊ ഇതിന് മെയിൻലി ഇതിനാവശ്യമായിട്ട് വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു യോഗ്യത പോലെ ആവശ്യമായിട്ട് വരുന്ന ഒരാൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് മെയിൻ യോഗ്യത എന്ന് പറയുന്നത് 18 വയസ്സ് പൂർത്തീകരിക്കണം. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സംഭവങ്ങൾ. പിന്നെ അതേപോലെ ഏറ്റവും കുറഞ്ഞൊരു അവൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC 10th പാസ്സായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അറിവ് കുറച്ചുണ്ടാവണം. അതാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞത്. കാരണം ഈ ഒരു 18 വയസ്സെന്നുള്ളതും അതേപോലെ തന്നെ SSLC പാസ് എന്നുള്ള സംഭവം നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉള്ളത് തന്നെ ആയിരിക്കും. പിന്നെ കമ്പ്യൂട്ടർ അറിവ് കുറച്ചുണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ ആധാർ, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട്, ഇത് 3 ഉണ്ടായിരിക്കണം മസ്റ്റായിട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് തുടങ്ങാൻ കഴിയും. അപ്പൊ ഇതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഇതിനെന്തൊക്കെയാണ് ആവശ്യം, ഇത് തുടങ്ങാനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന സെറ്റപ്പ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ഏറ്റവും ഒരു ശരാശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മിനിമം ഇതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ 100 സ്ക്വയർ ഫീറ്റിലുള്ള റൂമാണ്. 100-150 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു മുറി. പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു കമ്പ്യൂട്ടർ വേണം, അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നമുക്കറിയാം, പല അക്ഷയ പോയി കഴിഞ്ഞാലും ലാപ്ടോപ്പ് ഒക്കെ കാണാറുണ്ട് നമ്മൾ. പക്ഷെ നമുക്ക് എന്തുകൊണ്ടും ഒരു ഓഫീസ് പ്രവർത്തിക്കുമ്പോൾ ഓഫീസിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ബെസ്റ്റ് തോന്നുന്നത് അത് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ ഒരു പ്രിന്റർ, അതേപോലെ ഒരു സ്കാനർ. ഓക്കെ, നമുക്കവിടെ വരുന്ന സംഭവങ്ങൾക്ക് പ്രിന്റ് എടുത്ത് കൊടുക്കാനും അതേപോലെ തന്നെ സ്കാനറും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി വരും. ഓക്കെ, പിന്നെ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലായിടത്തും ഉള്ളതാണ്. അപ്പം നമ്മുടെ ഒരു വൈഫൈ സെറ്റപ്പ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെയാണ് ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് ഡിവൈസ്, അതുപോലെ തന്നെ വെബ് ക്യാമും. ഓക്കെ, അപ്പൊ ഇത്രയും സാധനങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഒരു റൂം എടുക്കുക, ഒരു കമ്പ്യൂട്ടർ എടുക്കുക, ഒരു പ്രിന്ററും സ്കാനറും മേടിക്കുക, വൈഫൈ കണക്ട് ചെയ്യുക. മനസ്സിലായ? അപ്പൊ ഇത്രയും സംഭവങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കഴിയും. പിന്നെ ഇത് നമ്മൾ രജിസ്റ്റർ ചെയ്യുക എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിനാദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു TC സർട്ടിഫിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ CSC പോർട്ടലിൽ എന്ത് ചെയ്യണം, VLE ആയിട്ട് രജിസ്റ്റർ ചെയ്യണം നമ്മൾ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഒരു ആധാറും പാനും ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്യുക,
ഫോട്ടോ സഹിതം നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ CSCയുടെ ID കിട്ടും നമുക്ക്. ഏകദേശം ഇതിനൊരു ചിലവ് വരുന്നതെന്ന് പറഞ്ഞാലല്ലേ, നമുക്കൊരു ലാപ്ടോപ്പ് പോലെ PC സംഭവങ്ങളൊക്കെ വന്നിട്ട് ഒരു 10-30,000 റുപ്യയുടെ ഉള്ളിൽ നമുക്ക് ഒരു 30,000 രൂപ പിടിക്കാം. പിന്നെ അതേപോലെ പ്രിന്ററും പ്ലസ് സ്കാനർ വേണമെന്നുണ്ടെങ്കിൽ 15,000 രൂപ വരെ അതിൻ്റെ റേറ്റ് വരുന്നുണ്ട്. പിന്നെ ബയോമെട്രിക് ഡിവൈസിന് ഒരു 5,000 രൂപ വരുന്നുണ്ട്. അതുപോലെ ഫർണിച്ചറിനൊക്കെ ആയിട്ട് ഒരു 10 രൂപ അങ്ങനെ പിടിക്കാം. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് 5,000 രൂപ. ആകെ ഏകദേശം ഒരു 40,000 മുതൽ ഒരു 60,000 രൂപ മുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ റൂം എടുക്കുമ്പോൾ അതിന് അഡ്വാൻസ് കൊടുക്കുന്ന ഒരു എമൗണ്ട് നമ്മൾ ഇത് കാണണം. അപ്പോൾ ഒരു 1 ലക്ഷം റുപ്പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കൊരു മാസം മുതൽ ലക്ഷം വരെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബെസ്റ്റ് ബിസിനസ് ആണ് നമുക്കൊരു ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ വരുമാന രീതികൾ പാൻ കാർഡ്, അതേപോലെ തന്നെ പാസ്പോർട്ട് സേവനങ്ങൾ, ആധാർ ബന്ധപ്പെട്ട സേവനങ്ങൾ, ബിൽ പേയ്മെന്റ്, അതേപോലെ തന്നെ ഇൻഷുറൻസ്, GST, ഉദ്യമ രജിസ്ട്രേഷൻ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഇങ്ങനത്തെ സർട്ടിഫിക്കറ്റുകളുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ നമുക്കറിയാം അവരൊക്കെ എന്തൊക്കെയാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പം നമ്മൾ എന്ത് സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഏറ്റവും പെട്ടെന്ന് നമ്മൾ പോകുന്ന എവിടേക്കാണ്, ഇതുപോലെയുള്ള അക്ഷയ അല്ലെങ്കിൽ ജനസേവ കേന്ദ്രങ്ങളിലേക്കാണ്. അപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ ആളുകൾ പെരുമാറുന്ന ഒരു ഏരിയയാണ്, നല്ല രീതിയിൽ ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലം, നല്ല ക്യാഷ് ഫ്ലോ ഉണ്ടാവുന്ന ഒരു ഏരിയയും കൂടിയാണ്. അപ്പോൾ പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്താ പറയുക, നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൂപ്പർ സംഭവം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.